ഐഡിയസ്. അപ്പോൾ ഇന്ന് ഒരു വളരെ വ്യത്യസ്തമായുള്ളൊരു എക്സ്പീരിയൻസ് ആണ് എൻ്റെത്. ഓൾമോസ്റ്റ് 10 വർഷം മുമ്പ് എൻ്റെ വളരെ അടുത്തൊരു ഫ്രണ്ടിൻ്റെ മകൻ നല്ലൊരു എന്താ പറയുക, നല്ലൊരു പെർഫോമറാണ്, ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ നല്ല ഒരു കരിയറുള്ള ഒരു പയ്യൻ, നന്നായിട്ട് പഠിക്കുകയും ചെയ്യും, ഒറ്റ മോനേ ഉള്ളൂ. അപ്പോൾ അവനെ സംബന്ധിച്ച് അവൻ്റേതായിട്ടുള്ള കരിയർ ബിൽഡ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ആഗ്രഹമായിരുന്നേ. അപ്പോൾ അങ്ങനെ അവൻ നമ്മുടെ അടുത്ത് +1 ട്യൂഷന് ജോയിൻ ചെയ്തു. അപ്പോൾ അവൻ്റെ പാരൻറ്റ് ഇടയ്ക്കിടയ്ക്ക് വരും, എപ്പോഴും വിളിക്കും, കാരണം ഞാനായിട്ട് നല്ല സൗഹൃദത്തിലുള്ള ആളാണ്. അപ്പോൾ അയാൾ എന്നോട് പറയും, ആർജെ എനിക്ക് അവന് എന്ത് വന്നാലും അവനെ ഇനി എനിക്ക് ഡോക്ടറാക്കി തരണം എന്ന് പറയും. അപ്പോൾ ഞാൻ തുടക്കത്തിലൊക്കെ നമ്മൾ പറയുമല്ലോ, നമ്മളത് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് കോച്ചിങ് ആണ്, അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, ഒരു ഡോക്ടറാക്കുക അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആക്കുക എന്ന് തന്നെയാണ് നമ്മളെ മുമ്പിൽ. ഇന്നത്തെ പോലെ CUET പോലെ മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ഇല്ല കുട്ടികൾക്ക്. അപ്പോൾ ആ സമയത്ത് ഞാനത് ഓക്കെ എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവനോട് ഒരു +1 മിഡിൽ ഞാൻ ഇവനോട് സംസാരിക്കുക ഒരു ദിവസം. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, എനിക്ക് ബയോളജി ഇഷ്ടമല്ല, എനിക്ക് ഡോക്ടർ ആവണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവനോട് ചാന്തേ എനിക്ക് NIDയിൽ പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് ഒരു 10-12 വർഷം മുമ്പ് എനിക്ക് NID അത്ര ഫെമിലിയർ അല്ല, ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ അത്രയും അതിനെ എക്സ്പ്ലോർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇവൻ പറഞ്ഞ ദിവസം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്ത് പഠിച്ചു. രാത്രി വീട്ടിൽ പോയി നെറ്റിലൊക്കെ നോക്കി, ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ NIDയെ പറ്റിയൊക്കെ പഠിച്ച് വേൾഡിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അതിൽ അഡ്മിഷൻ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കി. അപ്പോൾ അതൊക്കെ നോക്കിയപ്പോൾ എനിക്ക് താല്പര്യമുണ്ട്, നന്നായി നല്ല രസമുണ്ട്, നല്ലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഇവൻ്റെ പാരൻസ്, അച്ഛനും അമ്മയും എൻ്റെ അടുത്ത് വന്നിട്ട് ഇവനെ ഡോക്ടറാക്കണം എന്നുള്ള രീതിയിലും ഞാൻ ആ ഒരു മേഖലയിലേക്ക് പോയില്ല എന്ന് പറയുന്നൊരു ശൈലിയിൽ നിൽക്കുമ്പോൾ അത് ഭയങ്കര എന്താ പറയുക, ഒരു കോൺട്രഡിക്ഷൻ വരികയാണ് അവിടെ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു ടീച്ചറാണ്, ഞാൻ ടീച്ചറിനേക്കാൾ അപ്പുറത്തേക്ക് ഈ കുട്ടിയുടെ ഒരു പാരൻറ്റിൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ഇവനെ എന്ത് ചെയ്യുന്നത്, മെൻറ്റർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാരൻറ്റിനെ സംബന്ധിച്ച് അവർ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ആർജെ പറഞ്ഞാൽ കേൾക്കും, അനുസരിക്കും എന്നുള്ളൊരു ഒരു ബോധ്യമുണ്ട് അവരുടെ ഉള്ളിൽ. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്, നമ്മളെ കുട്ടികൾ എന്ന് പറയുന്നത് മൾട്ടി ടാലൻറ്റഡ് ആണ്. പാരൻസിനോടാണ് ഞാൻ പറയുന്നത്, കുട്ടികളെല്ലാവരും മൾട്ടി ടാലൻറ്റഡാണ്. അപ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ എന്തായാലും ഒരു കഴിവുണ്ടാവും. എന്തായാലും ആ കഴിവിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവരെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റണം. അവർ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇന്നതായിത്തീരണം എന്ന് തന്നെ എന്ത് ചെയ്യരുത്, വാശി പിടിക്കരുത്. അപ്പോൾ ഇവൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവനോട് സംസാരിക്കുന്നുണ്ട്. ഇവന് യൂത്ത് ഫെസ്റ്റിവലിൽ ഫസ്റ്റ് ഇയറിൽ തന്നെ പഠിക്കുന്ന സമയത്ത് സ്റ്റേറ്റിൽ 3 ഐറ്റത്തിൽ A ഗ്രേഡ് കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ഇയറിലും അതുണ്ടാവും. അപ്പോൾ എല്ലാത്തിനും ഗ്രേസ് മാർക്ക് ഉണ്ട്, ഫുൾ മാർക്ക് കിട്ടും. 1200 മാർക്ക് കിട്ടിയിട്ടാണ് +2 കഴിയുന്നത്. അപ്പോൾ ഇവനെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ എൻ്റെ അടുത്ത് ജോയിൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇവൻ NID പഠിക്കണം, അതിനെന്ത് ചെയ്യണം, ഇവൻ അതിൻ്റെ എക്സാം എഴുതാനുണ്ട്, അതിന് കൊച്ചിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള എല്ലാ സംവിധാനവും ഞാൻ ചെയ്തു കൊടുക്കുന്ന പാരൻറ്റിനോട് ഞാൻ പറയുകയാണ്. അപ്പോൾ പാരൻറ്റിനോട് കുറച്ച് മുഷിയൊക്കെ ചെയ്ത് അങ്ങനെ ഇവൻ എന്ത് ചെയ്തു, കൊച്ചിയിൽ പോയി, കൊച്ചിയിൽ നിന്ന് എക്സാം എഴുതി. അതിൻ്റെ ഭയങ്കര രസകരമായുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ NIDയിലൊക്കെ അഡ്മിഷൻ എടുക്കുമ്പോൾ നമ്മളൊരു ആവറേജ് ഏജ് എടുത്തു കഴിഞ്ഞാൽ ഒരു 28 ഒക്കെയാണ് വരുന്നത്. 26, 27, 28 ഒക്കെയാണ് അവിടെ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിൻ്റെ ഏജ് ആവറേജ് വരുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും പ്രായമുള്ള ആളുകളൊക്കെയാണ് അവിടെ എന്ത് ചെയ്യുന്നത്, എക്സാം എഴുതിയിട്ട് കയറുന്നത്. അതിൽ ഓൾ ഇന്ത്യയിൽ 12ാമത്തെ റാങ്ക് വാങ്ങിയിട്ടാണ് ഇവൻ എന്ത് ചെയ്യുന്നത്, NIDയിൽ അഡ്മിഷൻ എടുക്കുന്നത് അഹമ്മദാബാദിൽ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൽ. അങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും എന്ത് ചെയ്തിട്ടുണ്ടോ, അവൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. കോവിഡ് കാലത്ത് ഗവൺമെൻറ്റിൻ്റെ ഒരു കാരിക്കേച്ചർ ചെയ്ത അവനാണ്. ഇന്ന് അവൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. എത്രയോ മൾട്ടിനാഷണൽ കമ്പനീസ്, MNCs എന്ത് ചെയ്തിട്ടുണ്ട്, അവന് അത്രയും വലിയ ഓഫർ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യാണ്, ലൈഫ് കൊണ്ടുപോകണം. ഞാൻ പറഞ്ഞു വന്നതെന്താ വെച്ചാൽ, ആ കുട്ടീൻ്റെ അടുത്ത് ഇൻബോൺ ആയിട്ടുള്ളൊരു കഴിവാണ്. ആ കഴിവിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ മക്കൾക്ക് പല രീതിയിലും പല കഴിവുണ്ടാവും. അപ്പോൾ ആ കഴിവിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ നിർബന്ധമായിട്ടും അവരെന്ത് ചെയ്യണം, ആ കഴിവ് എന്താണോ ശരിയായ വഴിയിൽ പറഞ്ഞു വിടണമെന്ന് ഞാൻ പറയാം. നിങ്ങൾ കമ്പൽ ചെയ്യാൻ പാടില്ല. ഒരു പക്ഷേ കുട്ടി ഒരു പെർഫോമിങ് ആർട്ടിസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ കുട്ടി പഠിക്കാൻ പോകുന്നത് മലയാളം ഭാഷയായിരിക്കാം, ചിലപ്പോൾ കുട്ടി പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആവാം, whatever it may be. അതെന്ത് ചെയ്യണം, പറ്റുന്നതാണെങ്കിൽ കുട്ടി പെർഫോം ചെയ്യും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം, ആ കുട്ടിയെ ആ വഴിയിൽ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ കമ്പൽ ചെയ്യരുത്. അതെൻ്റെ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.